വില കൂടിയ പല ഫ്രൂട്ട്സിലും അടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ ഈ പപ്പായയിലും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചർമ്മ സംരക്ഷണമൊക്കെ കൂടുതലായിട്ട് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ പപ്പായ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുവാനും മുഖത്തെ ചുളിവുകൾ കുറയ്ക്കുവാനും അതുപോലെ തന്നെ കരിവാളിപ്പ് മാറ്റുവാനും സ്കിന്നിന്റെ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യുവാനും പ്രായമാകുന്നത് തടയാനും ഒക്കെ പപ്പായ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതിനുപരി നമ്മൾ പപ്പായ ഉള്ളിൽ കഴിക്കുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. വെയിറ്റ് ലോസിലൊക്കെ നമുക്ക് ഡയറ്റിൽ ഈ പപ്പായ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ല ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അധികം പഴുക്കാത്ത പപ്പായയൊക്കെ നമുക്ക് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കുന്നത് മൂലം യാതൊരു തര പ്രോബ്ലംസും ഇല്ല. ഒരു മിഡ് മീൽ ആയിട്ട് നമുക്ക് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പഴുത്ത പപ്പായ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. പച്ച പപ്പായ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പഴുത്ത പപ്പായയിൽ ധാരാളം വിറ്റമിൻ എയും വിറ്റമിൻ സിയും ഫോളേറ്റും വിറ്റമിൻ ഇയും കാൽഷ്യവും പൊട്ടാഷ്യവും ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്.